തകൃതിയായി നടക്കല്ലേ. അപ്പോൾ ഇവിടെയുള്ളവർക്ക് മിസ് ചെയ്യില്ലേ. അപ്പം സാംസ്കാരിക തൃശ്ശൂർ പറഞ്ഞിട്ട് ഒരു അസോസിയേഷൻ കണ്ടക്ട് ചെയ്ത ഈ ഒരു പൂരം സെറ്റായിരുന്നു. ഞാൻ വിചാരിച്ചത് പൂരം നാട്ടിലത്തെ നമ്മൾ കുറെ കണ്ടിട്ട് ഇവിടെ വരുമ്പോൾ എന്തുട്ടായിരിക്കും, വലിയതൊന്നും ഉണ്ടാവില്ല, ആനയൊക്കെ ഡൂപ്ലിയാനെ അങ്ങനെയൊക്കെ വിചാരിച്ച് അയ്യോ അത് വിചാരിച്ചിട്ടാ പോയത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായി ഇത് സംഭവം പൊള്ളിയായിരുന്നു. എത്ര മാക്സിമം നന്നാക്കാൻ പറ്റുമോ അത്ര മാക്സിമം അവർ ഇതാക്കി. ഒരു തൃശ്ശൂർ പൂരം ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ അതിൻ്റെ റിച്വൽസ് ഒക്കെ കീപ്പ് ചെയ്ത് നമ്മളെ ശരിക്കും ഒരു തൃശ്ശൂർ പൂരം, ഒരു മിനി തൃശ്ശൂർ പൂരം. എന്തായാലും തൃശ്ശൂർ പൂരം നമുക്ക് എക്സാക്റ്റ് ഇവിടേക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ബെസ്റ്റ് ആക്കിയിട്ടാണ് അവർ ചെയ്തത് കേട്ടോ. ശരിക്കും സൂപ്പറായിരുന്നു. ഇങ്ങനെ ഫുഡ് ഐറ്റംസ് നമുക്ക് നാട്ടിൽ കാണില്ലേ, കുറേ ബലൂണുകൾ, കുറേ ഫുഡ് ഐറ്റംസ്, കുറേ സ്റ്റോളുകൾ, കാവടി, പിന്നെ ഇങ്ങനെ ഓരോ വേഷങ്ങൾ കെട്ടിയിട്ടുള്ളത് നല്ല രസമായിട്ട്. എനിക്കറിയില്ല, ഞാൻ അത്ര പ്രതീക്ഷിക്കാണ്ട സത്യം പറഞ്ഞാൽ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ശരിക്കും ആ ഒരു വൈബ് ശരിക്കും കിട്ടി. മീൻസ് പൂരം നാട്ടിലെത്തേണ്ട ചെയ്ത പോലെ തന്നെ എല്ലാവരും മലയാളികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആയിട്ട് ജോളിയായിട്ട് കുറേ മത്സരങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഡമ്പൽ 5 കിലോൻ്റെ പിടിക്കാനുണ്ടായിരുന്നു. അതിനെനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ട് എനിക്ക് സമ്മാനമൊക്കെ കിട്ടി. അങ്ങനെ സംഭവം സെറ്റായിരുന്നു കേട്ടോ. ഇനി എന്നെ ഓടിയാക്കണില്ലേ, അതാ എൻജോയിൽ ആ സൗണ്ട് ഇത് വൈബടിച്ച് കണ്ടാൽ തന്നെ ഒരു ഫീൽ കിട്ടുള്ളൂ. അപ്പം കണ്ടോ. അരുണിനെ അന്വേഷിച്ച് അൽമോജിൽ സിജോ പിടിച്ചോ